ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറെക്കുറെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ എന്ത് ടൈപ്പ് വീഡിയോ ആണെന്ന്. ഞാൻ കുറേ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിക്കും. അതായത് ഈ ആദ്യക്കൂട്ടം അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രാന്താണ് സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഒരു ലോഡ് സാധനങ്ങളുണ്ട് അവഞ്ചേഴ്സിൻ്റെ ഫോട്ടോയിൽ. ഇതൊന്നും അല്ല കേട്ടോ. അതിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്താണ്. ഇനി കുറേ പഴയ എടുത്തു വെച്ച ടോയ്സ് പഴയത് എടുത്തു വെച്ചതിലുണ്ട് കുറേ. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതുപോലെ വാലും തലയില്ലാത്ത കുറേ പെന്നോ പെൻസിലോ ഒക്കെ ഉണ്ട്. കുറേ ഉണ്ട് അവഞ്ചേഴ്സിൻ്റെ പിക്ചറുള്ളതും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കയ്യിൽ കിട്ടിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടൊന്ന് വീഡിയോ കാണിക്കാൻ വിചാരിച്ചു. ഞാൻ ശരിക്കും ഓക്കെ. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് സാധനം ഇതാണ്. കാണാണ്ടോ? കാണാണ്ട് തലയിരിഞ്ഞിട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എഴുതുന്ന ടേബിളില്ലേ, സ്റ്റഡി ടേബിൾ പോലെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൽ നിലത്തിരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം എഴുതുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കുറേ എണ്ണം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇത് തന്നെ പറ്റുള്ളൂ. സ്പൈഡർമാൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തതാണ്. പിന്നെ നമ്മൾ പൂരപ്പറമ്പിൽ മുഴുവൻ പോകുമ്പോഴും ആശാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് താല്പര്യം. ഇതൊക്കെ അല്ലാത്തൊക്കെ ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ ജാം ജൂം അങ്ങനത്തെ സ്ഥലത്തൊക്കെ മേടിച്ചാൽ. ഇങ്ങനത്തെ വലുതും ചെറുതുമായ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പല സൈസിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ തല പോയി കൈ പോയി ഇങ്ങനത്തെ കുറേ ആൾക്കാർ. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നിറയെ ആൾക്കാരുണ്ട്. അത് അവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെയും ഇതുപോലെ കുറേ ഐറ്റംസ് കേട്ടോ. പക്ഷെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നൊരു വീഡിയോ എടുക്കൽ ഞാൻ എത്ര നോക്കിയിട്ട് നടക്കണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ വെച്ച് കണ്ടോ. നല്ല ഹൈറ്റും ഇതിൻ്റെയൊക്കെ കൈ കാലൊക്കെ ആകെ വേറെടുത്ത് പീസ് ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഇതന്നെ കുറേ തല മാറ്റാൻ പറ്റുന്നതോ കണ്ടോ. ഇളത്തല സിൽവർ കളറാക്കാം, ഗോൾഡൻ കളറാക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും കണ്ണെടുക്കാൻ കണ്ടുകൂടായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പം ഞാനും കടയിൽ പോയാൽ ഞാനും ഇതാണ് തരയുക. സ്വാഭാവികമായിട്ട് നമ്മളെ കണ്ണങ്ങോട്ട് പോകും. പിന്നെ ഇതുപോലെ ഇങ്ങനെ മറ്റേ കുട്ടി കളിക്കുന്ന സാധനം ഇങ്ങനെ തലം കുത്തി മറിഞ്ഞു വരുമല്ലോ. ഇങ്ങനത്തെ എന്തോ ഒരു പേര് പറയും എനിക്കറിയില്ല. മറ്റേ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് പോലത്തെ സാധനം അല്ലേ. ശ്രദ്ധിനതാണ് ഇത്. പിന്നെ ഹെഡ് സെറ്റ് അത് കൊണ്ട് ഏതൊക്കെയോ ഫോട്ടോസിലൊക്കെ ഉണ്ടാവും അല്ലേ. തമ്മയിലിട്ട ഫോട്ടോയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം ഇത് നമ്മൾ ട്രിപ്പ് പോയപ്പോൾ മേടിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ. അത് പിന്നെ ഇത് കാണാനുണ്ടോയെന്നറിയില്ല. ഇത് മറ്റേ ജിഗ്സോ പസിൽ എന്ന് അറിയില്ലേ, നമ്മളിങ്ങനെ പീസ് വെച്ചിട്ട് സെറ്റാക്കണം. അതിൻ്റെ ഒരു പേപ്പറും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ലോഡ് ആൾക്കാരുണ്ട് കേട്ടോ അതിൽ. ഹൾക്ക്, അയൺമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ. ഇത് ഹൾക്കാണ്. ഞാനിപ്പോൾ എല്ലാവരെയും പഠിച്ചു ഗൈസ്. ഇവരൊക്കെ എങ്ങനെയാണ് ഒരു വീഡിയോയിൽ വന്നത് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു ഞാൻ വീഡിയോ. പിന്നെ ഇതുപോലത്തെ മാസ്കുകൾ ഇത് ഒരുപാടുണ്ട്. അതിൽ കുറേ എണ്ണമൊക്കെ പൊട്ടി ഇങ്ങനെ. ഇത് വലിയ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കുറേ എണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു. കാരണം കൈ കുടുങ്ങിയാലോ എന്ന് വിചാരിച്ച് കുറേ എണ്ണം എടുത്ത് വെച്ചു. പൊട്ടാതുള്ളത് ഇതാ സ്പൈഡർമാനും ഹൾക്കും അയൺമാനും മാത്രമേ. ഇതൊരു സെക്ഷൻ. പിന്നെ ഇത് നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പ്രസ് ചെയ്യില്ലേ, ആ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു പിക്ചർ ഇങ്ങനെ വരും. ഈ പുറത്തുള്ള ഈ ഒരു പിക്ചർ വരും. ആ സാധനം ഇത് വേറെ സ്മൈലീൻ്റെ ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ അതൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഒരെണ്ണം കിട്ടിയപ്പോൾ അതിൻ്റെ കളർ ഏറെക്കുറെ തീർന്നു പൈസ താഴെ പോയി. സാറല്ല പിന്നെ എടുക്കാം. പിന്നെ ഇത് സോഫ്റ്റ് ഓയിൽ കേട്ടോ. ഇത് ആരും വാങ്ങിച്ചാവുന്നു അല്ലേ. ഇത് ആദ്യം കൊണ്ട് ആരുമേ വാങ്ങിച്ചു കൊടുത്താണ്. ഒരു ഇതാണ് അയൺമാനും ബാറ്റ്മാനും. ഇത് ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്താവുന്നു. ഇങ്ങനത്തെ ആൾക്കാരോട് എന്താണെന്ന് അറിയില്ല. കുട്ടിക്ക് മിക്കി മൗസ് അങ്ങനത്തെ സാധനങ്ങളോടൊന്നും താല്പര്യമില്ല. പിന്നെ ഇത് ഡെഡ് പൂളാണ് ഗൈസ്. ഡെഡ് പൂൾ. എൻ്റെ കണക്കിൽ ഇത് സ്പൈഡർമാനായിരുന്നു ഒരു കാലം വരെ. പിന്നെ എനിക്ക് മനസ്സിലായത് ഡെഡ് പൂളാണ് എന്നുള്ളത്. ഇത് അതിനുമേമ വാങ്ങിച്ചു കൊടുത്ത് ഇത് 2 ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഇങ്ങനത്തെ 2 ഉണ്ട്. ഒന്ന് എവിടെയോ ആണ്, കാണാനല്ല. ഒന്നേ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ മേടിക്കണമെന്ന് വിചാരിച്ചു മേടിക്കണതല്ല. പക്ഷെ ഇപ്പൊ എവിടെ കയറിയാലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇതാണ് നമ്മളെല്ലാവരും കൂടുതൽ വാങ്ങിക്കാം. പിന്നെ വാച്ച്. ഇതൊരു സ്പൈഡർമാൻ വാച്ച്. കണ്ടോ എന്താ വെച്ചാൽ മുഖത്തേക്ക് സൂം ആവും. ഇതൊരു ക്യാപ്റ്റൻ അമേരിക്ക വാച്ച്. കണ്ടോ ഇത് അടിപൊളി കേട്ടോ അല്ലേ. ഇത് നമ്മൾ പൂരപ്പറമ്പെന്ന് മേടിച്ചെന്ന് 100 രൂപ എങ്ങാണ്ടായുള്ളൂ തോന്നുന്നു. പിന്നെ ഒരു അയൺമാൻ്റെ വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഓപ്പൺ ആക്കണം. അത് കിട്ടുകയാണെങ്കിൽ തിരഞ്ഞിട്ട് ഇവിടെ എവിടെയും കാണാനില്ല. ഇനി അവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ 2-3 വാച്ച്. പിന്നെ ഞാൻ തിരഞ്ഞിട്ട് ഇത് മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. ഒരു ലോഡ് സ്പൈഡർമാൻ്റെ പിക്ചറുള്ളതും പിന്നെ പല കളർ വരുന്ന പെന്നുണ്ടല്ലോ സ്പൈഡർമാൻ്റെ തന്നെ. പുറത്തുള്ള കുറേ കളർ പെന്നുകൾ വരുന്ന അങ്ങനെ ആ വലിയ നല്ല വീതിയുള്ള പെന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. കാണാനില്ല. ഇതിൻ്റെ ക്യാപ്പൊന്നും കാണാനില്ല. പെന്നിനോടൊന്നും അത്ര ഇതില്ല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസിനോടായിരുന്നു ഒരു സമയത്ത്. ഇത് അഴിക്കുക എന്നിട്ട് എന്ത് ചെയ്യും, സ്പൈഡർമാൻ്റെ ഫ്രണ്ടിൽ സ്പൈഡർമാൻ്റെ ബോഡി, ബാക്കിൽ ബാറ്റ്മാൻ്റെ ബാക്ക്, അങ്ങനെ പല മിക്സിങ്ങും ഒക്കെ നടത്തും. പിന്നെ ഇത് നമ്മൾ റീസെൻ്റായിട്ട് മേടിച്ചതാണ്. ആദ്യക്കൂട്ടൻ്റെ
സ്കൂളിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും നമ്മൾ അവഞ്ചേഴ്സ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ചെറിയ പ്രായത്തിലല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാക്സിമം അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുണ്ടോ ഷാർപ്പനർ നല്ല സ്ഥലത്തിനെ കാണാൻ. ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് എടുത്താട്ടോ. അത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം കടയിൽ വേറെ എന്തോ മേടിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എടുക്കാം. പിന്നെ അതുകൊണ്ടല്ലേ പൗച്ച് ധാരണത്തിന് മുകളിലുള്ളത് സ്പൈഡർമാനെ ഉള്ളേ. അതെ, സ്പൈഡർമാൻ്റെ പൗച്ച്. ഇതൊക്കെ ഓൺലൈനിൽ കണ്ടിട്ട് ആശാൻ തന്നെ വേണമെന്ന് പറഞ്ഞതാണ്. ഇത് വാട്ടർ ബോട്ടിൽ. ഇത് ഇവരൊരു ദിവസം പുറത്ത് പോയപ്പോൾ മേടിച്ചാൽ അല്ലേ, അനുമേമ മേടിച്ചതാണ്. എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതും അനുമേമ മേടിച്ചതാണ്. അതിൽ കൊണ്ട് സ്കൂളിൽ പോകാൻ നല്ല ബാഗാട്ടോ അല്ലേ, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി. വേറെ വലിയ റേറ്റ് ഒന്നും ഇല്ല. ഒരു അല്ലേ 300, 400-500-നുള്ളിലാണെന്ന് തോന്നുന്നു. ഇതിന് 110 അങ്ങനെ കണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് പ്രതീക്ഷനേക്കാൾ. ഇതിന്റെ ഈ ഇവിടെയൊക്കെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഇങ്ങനെ ആവില്ല. പിന്നെ ഇതും ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്ര HD പോലെ വരുന്നു വിചാരിച്ചില്ല. ആകെ എഫക്റ്റ് ഉണ്ട്. സാധാരണ അങ്ങനെയല്ലോ നമ്മൾ ഫോട്ടോ കാണുന്നതൊന്നും വരുന്നത് വേറെ ഇതിന്റെ കുറെ പൊന്തി നിക്കണ പോലെയാണ്. പലതരം പ്രിന്റുകൾ ഉണ്ട്. അതിൽ അവനിഷ്ടമായത് ഇതാണ് കാണിച്ചു കൊടുത്തപ്പോൾ. അപ്പൊ അങ്ങനെ ഇത് എടുത്തു. ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ എന്റെ അറിവിൽ ഇതുപോലെ കളഞ്ഞു പോയതേ പറഞ്ഞില്ല. ഇതുപോലത്തെ പെന്നിന്റെ ഒരു 6-7 കളർ പെന്ന് വരുന്ന ഒരു വലിയ പെന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്ടായിരുന്നു, പിന്നെ കുറെ മറ്റേ ഇങ്ങനെ ചെണ്ട കൂട്ടുന്ന ഒരു സ്പൈഡർമാൻ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ കുറെ ടോയ്സിൽ വേറെ കുറെ സ്പൈഡർമാൻ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ പിന്നെ ഇതിന്റെയൊക്കെ ബാക്കി കുറെ പറഞ്ഞില്ല. ഇതൊരു കുപ്പി അവിടെ എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് തോന്നുന്നു. അതും കുറെ ഇതുപോലെ വികലാംഗരായിട്ടാണ് എല്ലാവരും. ആരും നല്ല രീതിക്കുള്ളത് ഈ വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ ഒരു ഹൾക്കോ അങ്ങനെ ആരൊക്കെയോ താനോസോ ആരൊക്കെയോ വലുതുണ്ടായില്ലേ. താനോസ് കയ്യിലാണ്, ആ കുപ്പിയിലാണ്. അതൊക്കെ അങ്ങനെ അത് റീസെന്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതും ഇവിടെ കളിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്താണ്. അത്രയ്ക്കാണ് എൻ്റെ അറിവിലുള്ള സാധനങ്ങൾ അല്ല. പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കുന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അല്ലേ, സ്പൈഡർമാൻ്റെ ജ്യൂസ് കുടിക്കുന്ന ബോട്ടിലുണ്ട്. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. തട്ടി തറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അവഞ്ചേഴ്സിനെ കൊണ്ട് വീട്ടില്. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. അതായത് ഇങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടാവില്ല ഓരോ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ആലോചിക്കും. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു കുട്ടി ഇല്ലാത്ത സമയത്ത് എന്തിനാ ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരേ കളർ തീമിലും കണ്ടിട്ടുണ്ടല്ലോ. ഡോറേൻ്റെ ആണെങ്കിൽ ഡോറേൻ്റെ ബാഗ്, ഡോറേൻ്റെ കയ്യിലിടുന്ന സാധനങ്ങൾ, അതുപോലെ മിക്കി മൗസിൻ്റെ അന്നൊക്കെ അതായിരുന്നല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ആലോചിക്കില്ല. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കുന്നത്. നമ്മളും ലാസ്റ്റ് അതിനോട് അഡിക്റ്റ് ആയി പോകും. അപ്പം എനിക്ക് ഈ ഒരു റെഡും ബ്ലൂ ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.